ഹലോ, നമ്മൾ അടിവാരത്തു നിന്ന് മലമുകളിലേക്ക് പോണ ആ വഴിയാണ്. ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴിയിലാണ് നമ്മൾ പോണത്. റോഡ് നിറയേയും കുരങ്ങന്മാരാണ്. അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വൈകുന്നേരം സമയമായി. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്തിങ്ങനെ നടക്കുന്നത് കേട്ടോ. കുറേയും കുരങ്ങന്മാരുണ്ട്. എനിക്ക് പേടിയാ. പിന്നെ ഒരു അമ്മക്കുരങ്ങും കുഞ്ഞിക്കുരങ്ങനെ ഇങ്ങനെ എടുത്തോണ്ട് പോകണ്ടു. ഇവരിങ്ങനെ ഓടി വരുമോന്നൊന്നും ഞാൻ പേടിച്ചു. ഐസ്ക്രീം എങ്ങാനും കൊടുക്കേണ്ടി വന്നാലോ. നമ്മളെ റൈറ്റ് സൈഡിലേക്ക് അക്കടയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെയും റോഡരികത്ത് നിറച്ചവന്മാരായിരുന്നു. നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ നമ്മൾ പപ്പാറ്റിനെ കത്തിച്ച് കനാലിലേക്ക് വെള്ളം വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മെത്തി കിടക്കണത്. ഇവിടെ എവിടെയോ ആയിട്ടൊരു കണിക്കൊന്ന മരം നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് മരത്തിൽ കയറിയിട്ടാണ് കണിക്കൊന്ന പറിച്ചതെന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കേ. ഇങ്ങനെ പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു പാലങ്ങൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇലയൊന്നും ഇല്ലാണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വിജൃംഭിച്ച് നിൽക്കുകയാണ്. എല്ലാം ഉണങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. മഴക്കാലത്താണ് നല്ല രസമായിരിക്കും വരാൻ. ഫുൾ പച്ചപ്പായിരിക്കും. ഇതാണ് നമ്മുടെ അക്കടേറ്റ്. വള്ളിയാങ്കുളത്താണ് ഈ അക്കടേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വേറൊരു അക്കടേറ്റും കൂടെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും അല്ലാതെയൊക്കെ ഇങ്ങനെ കുറേ വരാറുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ടും. അക്കടേറ്റിൻ്റെ മുകളിൽ നോക്കിയാൽ രണ്ട് സൈഡിലും നല്ല സൂപ്പർ വ്യൂസ് ആണുള്ളത്. നോക്കെത്താ ദൂരത്തോളം പടർന്ന് പന്തലിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പാലമാണ് അക്കടേറ്റ്. പാലം തന്നെയാണോ പറയുന്നത്? പിന്നെ എവിടെയെല്ലാം എഴുതി ഇങ്ങനെ വരച്ച് വെച്ചെല്ലാം വൃത്തിയേടാക്കി വെച്ചേക്കാണ് ആൾക്കാർ. ഷോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ കടന്ന് ദിപ്പറത്തെത്തി. നമ്മളെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഗൈസ്. ഇതൊക്കെ കത്തിച്ച് കളഞ്ഞേക്കണേയാണോ? കത്തിച്ച് കളഞ്ഞേക്കണേയാണത്. ഇതൊക്കെ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ ആ ലോറിയൊക്കെ ഇരിക്കുന്ന സീൻ ഇവിടെയൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുന്നത് ഇറ്റ്സ് ഗുഡ്, ബെറ്റർ ആൻഡ് റിഫ്രഷ് ആയിരിക്കും ഗൈസ്. നമുക്ക് ഇതിപ്പോൾ എല്ലാം പൊഴിയേണ്ട നല്ല കുറേ പിക്സൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണിത്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന സൂപ്പറായിട്ടുള്ള സംഭവം. ഇത് ഏർമാടെന്നാണ് ഇതിന് പറയണത്. ഇതൊക്കെ ഇത്ര സൂപ്പറായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കുഞ്ഞാങ്കാലത്ത് ഇങ്ങനെ മരത്തിന് മുകളിൽ വീടൊക്കെ ഉണ്ടാക്കാറുണ്ട്. കുറേ ഇതൊക്കെ കുരങ്ങുകളുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഗൈസ്. അങ്ങനെ വിശാലമായിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.